മലയാള സിനിമയിൽ 31 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഒരാളാണ് ഇന്നത്തെ ദിവസം എൻ്റെ കൂടെ മഞ്ജുവിൻ്റെ കൂടെ സ്പോട്ട്ലൈറ്റിൽ. ഈ പ്രസ്ഥാനത്തിന് വേറെ ബ്രാഞ്ചുകളൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം നിലവിലിപ്പോൾ ഒരു ബ്രാഞ്ച് ഉണ്ട്, വളർന്ന് പന്തലിച്ച് ഒരു പൂമരമായി ആള്. 2018 പഞ്ചവർണ്ണ തത്തയെ പറത്തി വിട്ടിട്ട് മുങ്ങിയതാ. പിന്നെ ഇപ്പോൾ ലോനപ്പൻ്റെ മാമോദീസ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി വന്നിരിക്കുന്ന ആളാണ്. 1988 പത്മരാജൻ സാറിൻ്റെ പത്മരാജൻ എന്ന് പറയുന്ന ഒരു ലെജൻഡിൻ്റെ കൂടെ തുടങ്ങി 2011 പത്മശ്രീയിൽ തിളങ്ങി. ആഹാ, എന്താ ഒരു ഇൻട്രൊഡക്ഷൻ! ഇതൊക്കെ എഴുതി പഠിക്കുവോ കാലത്ത് മുത്ത്? ഇല്ല. എന്നാലും ഇത് ഇത്രയും കാണാപ്പാടം പറയുകയാണെങ്കിൽ 31 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഇതൊന്നും ലേഹ്യം വെക്കുന്ന ആൾക്കാരില്ലേ? അത് എന്നേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ്. എങ്ങനെയുണ്ട് ഇൻട്രൊഡക്ഷൻ കേട്ടിട്ട്? തകർത്തില്ലേ? എന്താണ് മാസ് ഇൻട്രൊഡക്ഷൻ? മാസ് ഇൻട്രൊഡക്ഷൻ അല്ലേ? അപ്പൊ മാസായിട്ട് ഞങ്ങൾക്ക് ഒരൊറ്റ കുഴപ്പമുള്ളൂ. കാരണം ജയറാം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി ഇനി അറിയാൻ ഞങ്ങൾക്ക് ബാക്കിയൊന്നുമില്ല. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയാം. അപ്പൊ ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ വരവ്. ഈ മാസ് ഇൻട്രൊഡക്ഷൻ. അതെ, ഓക്കെ. അപ്പൊ നമ്മൾ സ്പോട്ട്ലൈറ്റ് തുടങ്ങുകയാണ്. എൻ്റെ കൂടെ സ്പോട്ട്ലൈറ്റിലേക്ക് സ്വാഗതം ജയറാമേട്ടൻ. ഞാൻ പൊതുവെ ജയറാം എന്ന് പറയുന്ന ആക്ടറിനെ കയ്യിലേക്ക് കിട്ടിയാൽ ഇന്റർവ്യൂവേഴ്സിന് ഒരു സെറ്റ് ഓഫ് ക്ലീഷേഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അയ്യോ, അതാണ് അല്ലേ? അയ്യോ, ആന ചെണ്ട എന്ന് ചോദിക്കുക ചെയ്യില്ല കേട്ടോ. അതൊക്കെ പരിപാടി അതാണ്. അതായത് ആദ്യമേ തന്നെ പറയും, ഒന്ന് പ്രേം നസീറിനെ ഇമിറ്റേറ്റ് ചെയ്യാവോ, കലാഭവനിലെ അനുഭവങ്ങൾ പറയൂ, എങ്ങനെയാണ് ആന എങ്ങനെ ഇരിക്കും, അതെങ്ങനെയാന്ന് പറയാമോ? പിന്നെയുണ്ട് പാർവതിയുമായിട്ട് ജയറാം കണ്ട ആ പ്രണയം എങ്ങനെയായിരുന്നു, അതൊക്കെ ഇപ്പൊ ഞങ്ങൾക്ക് അറിയാം. ആദ്യമായിട്ട് 1988 ഫെബ്രുവരി മാസം 18 രാവിലെ 10 മണിക്ക് കണ്ടുന്നോ. പിന്നെ അതാണ് അല്ലേ, 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാ എനിക്ക് ബൈ ഹാർട്ട് ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കൂല. ഇനി അഥവാ ചോദിച്ചാൽ അത് വെറും തികച്ചും യാദൃശ്ചികം മാത്രം. എന്തായാലും ജയറാം ഇപ്പോൾ വന്നിരിക്കുന്നത് ലോനപ്പൻ്റെ മാമോദീസയുമായിട്ടാണ്. അപ്പോൾ ആരാണ് ലോനപ്പൻ? അവിടെ നിന്ന് തുടങ്ങാം. ലോനപ്പൻ എന്താ പറയുക, ലോനപ്പൻ ഒരു പക്ഷേ ഞാനാണെന്ന് പറയാം, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് പേരാണെന്ന് പറയാം. ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട് ലോനപ്പൻ. ഇപ്പം ഞാൻ പറയുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ഞാനായിരിക്കാമെന്ന് എനിക്ക് തോന്നാൻ കാരണം, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്ത് ഞാൻ ഒരുപാട് മുത്തശ്ശി കഥ കേട്ട് വളർന്ന ഒരാളാണ്. ഞാൻ വലിയ കൂട്ടുകുടുംബത്തിൽ ജനിച്ചാണ്. പെരുമ്പാവൂരാണ് എൻ്റെ സ്ഥലം. കുടുംബത്തിലെ എല്ലാവരുടെ ഒരു പെറ്റായിരുന്നു ഞാൻ. എൻ്റെ കലാപരിപാടികളാണ് അവിടെ ഏറ്റവും കൂടുതൽ അരങ്ങേറുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പാരമ്പര്യം സ്കൂളിലും കാത്തു സൂക്ഷിച്ചിരുന്നു. സ്കൂളിലായാലും ഏറ്റവും കൂടുതൽ സ്റ്റോറി ടെല്ലിങ് ഏറ്റവും നന്നായിട്ട് കഥ പറയുന്നത് ഞാനാണ്. പിന്നെ എല്ലാ കഥയിലും കുറച്ച് പൊടിപ്പും തൊങ്ങലും എക്സ്ട്രാ വെച്ച് പറയും. അതെ, എപ്പോഴും ഉള്ള പോലെ തന്നെ കുറച്ചങ്ങനെ ഭയങ്കരമായിട്ട് കഥ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോനപ്പൻ ഇതാണ്. ലോനപ്പൻ ക്ലാസ്സിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻ്റാണ്, ഏറ്റവും നന്നായിട്ട് കഥ പറയുന്ന ആളാണ്. ഈ കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് റിലേറ്റ് ചെയ്യാൻ പറ്റിയതാണ്. ഇതെൻ്റെ കഥയാണല്ലോ അത് നന്നായിട്ട്, ഏറ്റവും നന്നായിട്ട്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ ലോനപ്പനൊരു പേരുണ്ട്, ടോൾസ്റ്റോയ് ലോനപ്പൻ എന്നാണ് പറയുന്നത്. ഏറ്റവും നന്നായിട്ട് കഥ പറയുന്നതുകൊണ്ട്. അപ്പോൾ കൂടെ പഠിച്ചവരൊക്കെ വിചാരിച്ചത് ലോനപ്പൻ തകർക്കും, ജീവിതത്തിൽ ഭയങ്കരമായിട്ട് മുമ്പോട്ട് വരും. അധ്യാപകരൊക്കെ പറഞ്ഞതാണ്, നീ വേറെ ലെവലാണ് ഇവിടെ ജീവിതത്തിൽ. ഇന്നസെൻ്റ് ഏട്ടനാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകൻ. കഥ നടക്കുന്നത് ഇരിങ്ങാലക്കുട ഭാഗത്താണ്. ആ ഭാഷയാണ് ഇതിനകത്ത് അധികം സംസാരിച്ചത്. പറഞ്ഞു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ സ്വിച്ച് ചെയ്ത് തൃശ്ശൂരേക്ക് പോകുന്നു. തൃശ്ശൂരല്ല, ആ ഇരിങ്ങാലക്കുട ഭാഗത്തുള്ളൊരു ഭാഷയാണ്. അപ്പോൾ ലോനപ്പൻ നല്ല ലെവലിലൊക്കെ എത്തുമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇപ്പം ലോനപ്പൻ ഒരു മാറാല പിടിച്ച ജീവിതമാണ്. ലോനപ്പൻ്റെ പൊടി പിടിച്ച ജീവിതമാണ്. ഒന്നും അവിടെ മെച്ചപ്പെട്ടില്ല. 3 പെങ്ങന്മാരുണ്ടായത് തലയിലായി വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. കല്യാണവും ആയില്ല, മൂത്ത പെങ്ങൾക്കും ആയില്ല. മൂത്ത പെങ്ങൾ കെട്ടാതിരുന്നിരുന്നിരുന്ന് രണ്ടാമത്തേന് നോക്കി വന്നപ്പോഴത്തേക്കും മൂത്തതിന് സുഖമില്ലാണ്ടായി. അപ്പോൾ പിന്നെ രണ്ടാമത്തേന് കെട്ടാണ്ടായി. കെട്ടിക്കാറായപ്പോൾ എന്നാൽ പിന്നെ മൂന്നാമത് നിൽക്കുന്ന 2 മുകളിലേക്കും എനിക്ക് കെട്ടാൻ പറ്റുമോ? അതും കെട്ടാൻ പറ്റില്ല. അങ്ങനെ 3 നിൽക്കാൻ വീട്ടിൽ നിന്നപ്പോൾ 4മത്തെ ഇരിപ്പതായി. അങ്ങനെ മൊത്തത്തിൽ മാറാല പിടിച്ച ജീവിതമായിപ്പോയി ലോനപ്പൻ്റെ. ഇപ്പോൾ രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് രക്ഷപ്പെടാനും പറ്റിയില്ല. കൂടെ പഠിച്ചവരൊക്കെ നല്ല ലെവലിൽ എത്തുകയും ചെയ്തു. അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേര് എനിക്കറിയാം, എൻ്റെ കൂടെ പഠിച്ചവരെ. അല്ലാതെ സമൂഹത്തിൽ പലരും, ഇതെന്തിനോടപ്പോൾ, എന്തിനടാ നീ വലിയ നടനൊക്കെ ആയില്ലേ,
നമ്മളെന്താവൻ, നമ്മളിങ്ങനെയൊക്കെ തന്നെ അങ്ങോട്ട് പഴയ പോലെ പോകും. എന്തായാലും എന്താ ചെയ്യണ്ടത്, ഒന്നും ചെയ്യണടാ, വെറുതെ തെക്ക് വടക്ക് കിടക്കുക, ഒന്നും ചെയ്യുന്നുമില്ല. അപ്പോൾ അങ്ങനെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോയ, ഡിപ്രസ്ഡ് ആയിപ്പോയ ഒരുപാട് പേരെ എൻ്റെ ചുറ്റും ഞാൻ കണ്ടിട്ടുണ്ട് ലോനപ്പനായിട്ട്. താങ്കൾ ഇതിൽ ഒരു വാച്ച് റിപ്പയറിംഗ് കട നടത്തുകയാണ്. അതിന്റെ പേര് അമലോത്ഭവം എന്നാണോ? അമലോത്ഭവം. ഒരു വാച്ച് റിപ്പയറിംഗ് കടയ്ക്ക് കൊടുക്കാൻ പറ്റിയ പേരാണ് ഈ അമലോത്ഭവം. ആ ഭാഗത്താണ്, ആ ഭാഗത്തൊക്കെ ഇങ്ങനത്തെ പേരുകളാണ് അധികം. ആ അമലോത്ഭവ വാച്ച് റിപ്പയറിംഗ്. അതേപോലെ തന്നെ ഞാനത് ഈ രാജരാജേശ്വരി അധോലോകം എന്നൊക്കെ പറയുന്നത് പോലത്തെ ഉള്ളൊരു പേര് പല സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ കടകളിൽ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? ഈ ചക്കച്ചുള്ള ടെക്സ്റ്റൈൽസ് കണ്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ എന്താ പറയാ, അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത പോലത്തെ പേരൊക്കെ എപ്പോഴെങ്കിലും നമ്മളുടെ തന്നെ, അതായത് ജയറാം തന്നെ നിൽക്കുന്നു അതിന്റെ മോഡലായിട്ട് എപ്പോഴെങ്കിലും വഴി കൂടെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ? അതിനേക്കാളൊക്കെ ഭയങ്കര കുഴപ്പം പിടിച്ച സ്ഥലത്ത് ഞാൻ എൻ്റെ പടം കണ്ടിട്ടുണ്ട്. ട്രെയിനിൽ പോകുമ്പോൾ പുരുഷന്മാരെന്നുള്ള ആ മൂത്രപ്പരയ്ക്ക് കംപ്ലീറ്റ് ഇങ്ങനെ ആരോയിൽ ഞാൻ നിൽക്കുന്നതായിട്ടാണ് വിരലിങ്ങനെ പിടിച്ചിട്ട്. അടിപൊളി. അത് 1-2 റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഏത് സമയത്താണോ ഞാൻ ഇവനെ പരിചയപ്പെട്ടത് അങ്ങനെ ഒരുത്തനുണ്ടോ? ഡെയിലി ഉണ്ടാവാറുണ്ടല്ലോ, പലപ്പോഴും പല ലൊക്കേഷനുകളിലും ചിലപ്പോൾ ഓരോരുത്തർ വന്ന് ഇങ്ങനെ കൂടാറുണ്ട്. ഞാൻ ഒരാളെയും അങ്ങനെ പെട്ടെന്ന് പിണക്കില്ല, എല്ലാവരുമായിട്ട് വളരെ സംസാരിച്ചിരിക്കുന്ന ആളാണ്. നമ്മളേ ബോറടിപ്പിക്കുന്ന ചില ആൾക്കാർ വന്ന് പെടും. ഈ ചില ആൾക്കാരാണ് നമുക്ക് പെട്ടെന്ന് പേര് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ആള് നമസ്കാരം, ആൾ മാന്യനായിരിക്കും, നമസ്കാരം നമസ്കാരം, ഓർമ്മയുണ്ടോ, സിനിമയിലൊക്കെ എത്തിയപ്പോൾ മറന്നുമില്ല അങ്ങോട്ട്, ഓർക്കണില്ല, അല്ല ഓർക്കണ്ട്, എനിക്ക് മുഖം നല്ല എന്നാ പറ, അങ്ങനെ മറക്കാൻ പാടില്ലല്ലോ, അങ്ങനെയുള്ള ബന്ധമല്ലല്ലോ നമ്മൾ മുമ്പിൽ. ഞാൻ വിചാരിക്കും ദൈവമേ എന്തായിരുന്നിരിക്കും, വളരെ വലിയ അടുപ്പോൾ കൂടെ പഠിച്ചതാണോ പഠിപ്പിച്ചതാണോ, അങ്ങനെ ഒരുപാട് കാലം ഓർമ്മയില്ല. ഇതാണ് പറയുന്നത്, സിനിമയിലൊക്കെ എത്തി വലിയ ആൾക്കാരാകുമ്പോൾ പഴയതൊക്കെ മറക്കെന്ന് പറയുന്നത് അപ്പോൾ വെറുതെ അല്ല, ഒട്ടും ഓർമ്മയില്ല. പറയട്ടെ ഞാൻ എട്ടരുത് എന്നൊക്കെ പറഞ്ഞ് കുറേ നേരത്തെ ബിൽഡപ്പൊക്കെ കഴിച്ച് ഒന്നുകൂടെ റീവെൻറ്റ് ചെയ്യേ എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് പണ്ട് കലാഭവൻ്റെ മിമിക്രിക്ക് കണ്ണൂർ വന്ന് ഓർക്കണ്ടോ, അന്ന് ആ സ്റ്റേജിൽ സൈഡിൽ കട്ടൻ വലിച്ചിരുന്നത് ഞാനാണ്. അങ്ങനെ 1 മണിക്കൂർ ഞാൻ ഷൂട്ടിംഗ് നിർത്തി വെച്ച് ഇയാളെക്കുറിച്ച് ഒരുപാട് ആലോചിച്ച്. ഓക്കെ, ഈ സിനിമയിൽ 3 സഹോദരിമാരുണ്ട്. അതിൽ മുതിർന്ന ആളാണ് ശാന്തി കൃഷ്ണ, നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്നും നന്മകളിൽ അത് മാത്രമേ ഉള്ളൂ. ഒരു സിനിമ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷേ തിരിച്ച് ഞാൻ എങ്ങനെ നായികയായിട്ട് അഭിനയിച്ച ആളോട് എങ്ങനെ എൻ്റെ മൂത്ത ചേച്ചിയായിട്ട് അഭിനയിക്കുന്നിങ്ങനെ എന്നാലും ഞാൻ ചോദിക്കാം. ഞാനാണ് ഫസ്റ്റ് ശാന്തിക്ക് ഫോൺ ചെയ്തത്. ശാന്തി ജയറാമാണ് ഇങ്ങനെ എൻ്റെ കൂടെ എൻ്റെ മൂത്ത അയ്യോ അതിനെന്താ, ഞാൻ പടുകളവിയോ വല്ല ആണോ എൻ്റെ അടുത്ത് ചോദിച്ചാൽ, അയ്യേ ഇപ്പം കിളവിയൊന്നുമല്ല, എൻ്റെ തൊട്ട് മുകളിലുള്ള, അപ്പോൾ പിന്നെ ഞാൻ പടുകളവനല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ അഭിനയിച്ച് കഴിഞ്ഞിട്ടാണ് ഒരുപാട് എനിക്ക് താങ്ക്സ് ഒക്കെ പറഞ്ഞു, ഇത്രയും നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയില്ല. അതിനെപ്പറ്റി എന്താ അഭിപ്രായം? ഈ നായകന്മാരൊക്കെ എന്നും നായികമാരൊക്കെ ഈ പറയുന്ന പോലെ സഹ കാറ്റഗറിയിലേക്ക് പോകുന്നതിനെ പറ്റി ജയറാമിന് ശക്തമായി എന്താണ് പറയാനുള്ളത്? ഞാനെന്ത് പറയാൻ, നമ്മൾ സന്തോഷമല്ലേ അത്, നമ്മൾ ചെറുപ്പമായിട്ടിരിക്കുന്നു പറയുമ്പോൾ സന്തോഷമല്ലേ. ഇപ്പം ഞാനതെല്ലാം ആലോചിക്കുന്നു. ഇപ്പോൾ ഗ്രാൻഡ് ഫാദർ എന്നൊരു സിനിമ ചെയ്യുന്നുണ്ട്. ആ ഗ്രാൻഡ് ഫാദർ എന്നുള്ള സിനിമയിൽ എനിക്ക് പെണ്ണ് കാണാൻ ചടങ്ങുണ്ട്, അപ്പോൾ ഓക്കെ അല്ലേ കാര്യങ്ങൾ, എന്നെ പെണ്ണ് കാണാം, ലേശം ഡയലോഗിൽ അവന് ലേശം പ്രായമൊക്കെ ആയി തുടങ്ങി, ഇനിയൊന്നും നോക്കണ്ടേ നമുക്ക്, അങ്ങനെ ഒരു ആലോചനയുണ്ട്. അപ്പോൾ സന്തോഷമായില്ലേ, ഇപ്പോഴും പെണ്ണ് കാണലിന്ന് ഒരു ചടങ്ങ് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഓക്കെ. പിന്നെ ലോനപ്പൻ്റെ മാമോദീസയിൽ എൻ്റെ കൂടെ പുതിയ ആൾക്കാരാണല്ല. ദിലീഷ് പോത്തൻ ഞാൻ അഭിനയിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് എൻ്റെ കൂടെ അഭിനയിക്കുന്നത്. ജോജോ പണ്ട് അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ ജോജോ ഇപ്പോൾ വലിയ നായകനായ ശേഷം ജോജോ അഭിനയിക്കുന്ന സിനിമയാണ്. ഹരീഷ് കണാരൻ ഇപ്പോൾ ഏറ്റവും തിരക്കുള്ള ഒരു കൊമേഡിയനാണ്. പക്ഷേ അത്തരം ഒരു വെറും ഹരീഷ് കണാരന് വേണ്ടി കുറേ തമാശകൾ എഴുതിയുണ്ടാക്കി സിനിമയുടെ കച്ചവടത്തിന് വേണ്ടി എന്നാൽ ഹരീഷ് കണാരനെ ഇട്ടേക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. എൻ്റെ കൂടെ അമലോത്ഭവ വാച്ച് റിപ്പയറിംഗ് ആൻഡ് സർവീസിൽ കാലങ്ങളായിട്ട് പാവം എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ സർവ്വവിധ ഫ്രസ്ട്രേഷനും ചീത്തവിളികളും എല്ലാം കേട്ടുകൊണ്ട് എൻ്റെ കൂടെ തന്നെ നടക്കുന്ന ഒരു സന്തത സഹചാരിയാണ്. അത് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അന്നത്തെ സിനിമകളൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇപ്പം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മൾ എടുക്കുന്ന എല്ലാത്തിലും നമ്മുടെ സെലക്ഷനിൽ പോരായ്മ വന്നു പോകുന്നു, അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത് ഒരു പക്ഷേ ഈ കൂട്ടുകെട്ടിൻ്റെ ആ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആവാത്തത് കൊണ്ടാണോ എന്ന് ചോദിക്കാം. അതും ഒരുപാട് കാരണങ്ങളാണ്. ഇന്ന് സിനിമകൾ എത്രയായി, ഒരു വെള്ളിയാഴ്ച ഇറങ്ങുന്നത് 7 സിനിമ 8 സിനിമ 9 സിനിമ, എത്ര ജനങ്ങൾ കാണും? നല്ലത് നോക്കി 1-2 കാണാൻ സാധിക്കും, അതാണ് ഒരുപാടായി. അതുകൊണ്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ. ജയറാമും നായികമാരും
ഞാൻ എത്ര നായികമാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്? അയ്യോ അങ്ങനെ എന്നോട് തിരിച്ച് ഞാൻ അത് ശരിയല്ല. അല്ല, എന്നാൽ ഇത്രയും കണക്കൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇന്റർവ്യൂവറും ഇന്റർവ്യൂ ചെയ്യപ്പെടുന്ന ആളൊക്കെ മാറിപ്പോകുന്നു. എനിക്ക് ചോദ്യങ്ങൾ ഇഷ്ടമല്ല. എന്നാലും പറ. എന്നാലും ചുരുക്കം ചുമ്മാ ഉദ്ദേശം, ഞാൻ എത്ര നായികമാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ടോ? 25, 30, 35, 40, 50, 60, 70, 75, 80. ഞാൻ 100-ന് മുകളിലുണ്ട്, അറിയാമോ? 125-ന് മുകളിലുണ്ട്, അറിയാമോ? 125-ന് മേളിൽ നായികമാരുടെ അഭിനയിച്ചിട്ടുണ്ട്. നായികമാരുടെ കൂടെ കംപ്ലീറ്റ് ലിസ്റ്റ് എടുത്ത് വേണമെങ്കിൽ നാളെ പോയി നോക്കിക്കോ, ഓരോ സിനിമ എടുത്തിട്ട് അത്രയും നായികമാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ ഏകദേശം ഒരു 100ഓളം പെണ്ണുങ്ങളുടെ കഴുത്തിൽ താലിയും കെട്ടിയിട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടി. അല്ലാതെ എന്തൊന്നും, അല്ലാതെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് പേടിച്ചു പോയി. എന്നാലും ഞാൻ പാടുന്ന ചില പാട്ടുകളിൽ നിന്ന് ആ പാട്ടുകളിലുള്ള ആൾക്കാരുടെ പേര് തിരിച്ചറിയോ? ഓ ശ്രമിക്കാം അല്ലേ? ചുംബനപ്പൂ കൊണ്ടു മൂടി എൻ്റെ തമ്പുരാട്ടി നിന്നെ ഉറക്കാം. രോഹിണി. ഓ വെരി ഗുഡ്, തുടക്കം നന്നായിട്ടുണ്ട്. മൗനം സ്വരമായി മാധു. വെരി ഗുഡ്. ഫാമിൽ പൈക്കളില്ല ലോണില്ല. 4 പേരുടെ പേര് പറയണം. മഞ്ജു, മഞ്ജു വാര്യർ. അതുവരെയും കൂടെ കൂട്ടിയിട്ടാണോ 125? അങ്ങനെയില്ല, അത് അങ്ങനെ കൂട്ടിയിട്ടില്ല. മെയിൻ ആക്കാരെ മാത്രം. ഓക്കെ, എന്നാ മെയിൻ പറഞ്ഞാൽ മതി. മഞ്ജു. മഞ്ജു. ഓക്കെ, അടുത്ത് തുമ്പി പെണ്ണേ വാവാ തുമ്പച്ചോട്ടിൽ വാവാ. എനിക്ക് പടം അറിയാം, അവരുടെ പേരെനിക്ക് മറന്നുപോയി. അതെ, മമ്മൂട്ടി ഞാൻ അഭിനയിച്ചിട്ടില്ലേ? പടത്തിന്റെ പേരറിയാം? ആ പടത്തിന്റെ പേരറിയാം. ഇത് അയ്യോ ജോഷിയേട്ടൻ്റെ നമ്മുടെ നരസിംഹ മന്നാടി. അയ്യോ, ജയറാമിനെ വെള്ളം കുടിപ്പിക്കുക എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. തുമ്പി പെണ്ണേ വാവ. ഞാൻ പിന്നെ പാടിത്തരാം. ഞാൻ പറയട്ടെ? രുദ്ര. രുദ്ര രുദ്ര. ഓക്കെ, അടുത്ത മധുവിധുരാവുകളെ സുരഭിലയാമങ്ങളെ. അയ്യോ അയ്യോ, ഞാൻ ഇപ്പൊ പറയാം. അവരുടെ പേര്, അവർ കന്നഡത്തിലാണ്. അവർ വലിയ ഹീറോ. 2 പേര് അഭിനയിച്ചിട്ടുണ്ട് കന്നഡത്തിൽ നിന്നിട്ട്. പിന്നെ ആവണി പൊന്നുഞ്ഞാൽ ആ പാട്ടിൽ അഭിനയിച്ചിട്ടില്ല. അത് ശ്രുതി അല്ല? ശ്രുതി. എനിക്ക് കിട്ടുന്നില്ല കേട്ടോ, അവരുടെ പേരെന്തായിരുന്നു? സുധാറാണി. 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 അടുത്ത ഏറ്റവും കുഴപ്പം പിടിച്ച പേര് ഓർമ്മ കിട്ടാത്ത ആൾക്കാരെ തെരഞ്ഞെടുത്താ കൊണ്ടുവന്നിരിക്കുന്നല്ലേ? അല്ലാണ്ട് ഇന്നലത്തെ ശോഭനെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഓ സൈനബ, അഴകുള്ള സൈനബ. വെരി ഗുഡ്. അപ്പൊ മിടുക്കൻ. അതുവരെ എല്ലാം ഓക്കെയാണ്. അതായത് ഇന്നലെ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് മർക്കാര എന്ന സ്ഥലത്തായിരുന്നു, കൂർഗിൽ. മർക്കാര, മടിക്കേരി. അപ്പോൾ പത്മരായ സാറ്, വേണു, ക്യാമറ വേണു, പിന്നെ അന്ന് സുരേഷ് ഗോപിക്ക് കല്യാണം നിശ്ചയിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ സുരേഷ് ഗോപി ഭാര്യയുമായിട്ട് ഇങ്ങനെ പ്രണയം, കല്യാണത്തിന് മുമ്പുള്ള പ്രണയം. അപ്പോൾ ഇതിന് അന്ന് ഇന്നത്തെ പോലെ മൊബൈലില്ല കയ്യിൽ. STD ബൂത്തിലേക്ക് രാത്രി പോകണം. അവിടെ നിന്ന് 2-3 കിലോമീറ്റർ മടിക്കേരി ടൗണിൽ പോയിട്ട് ഇവൻ ആ ബൂത്തിനകത്ത് 7 മണിക്ക് കയറിയ രാത്രി 12 മണിക്കാണ് പുറത്തിറങ്ങണം. അതുവരെ ആ കോച്ചുന്ന തണുപ്പത്ത് ഫുൾ മഞ്ഞത്ത് പുതപ്പും മൂടി ഞാൻ പുറത്തിരിക്കും. ഇവൻ പാട്ട് വരെ എന്ന് പറഞ്ഞ് പാട്ടൊക്കെ പാടി കൊടുക്കുന്ന ഒരു സൈഡിൽ കൂടെ കേൾക്കാൻ എനിക്ക് രാത്രി. ഞാൻ വിറച്ച് അവിടെ ഇരിക്കും. ഒരു രാത്രി ഇങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് പത്മനായ സാറുണ്ട്, ബാക്കിയുള്ളവരുണ്ട്, ഞങ്ങൾ മുഴുവൻ കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രേതങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നു. ഇന്ന ആൾ താമസിക്കുന്ന റൂമിൽ പ്രേതമുണ്ട്, അവിടെ ഇന്ന റൂമിൽ ആരോ തൂങ്ങിച്ചത്താണ്, ആ പ്രേതം എപ്പോഴും വരുന്നുണ്ട്, മറ്റേത് അങ്ങനെ ഇങ്ങനെ, ആ പ്രേതത്തിന് ഇത്ര ഉയരം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ പ്രേതത്തിൻ്റെ കഥ ഇങ്ങനെ വന്ന് രാത്രി ഒരു 11 മണിയായി കാണും. നടന്ന സംഭവം കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തമാശയ്ക്ക് നല്ല മഞ്ഞായതുകൊണ്ട് ഞാനിങ്ങനെ ഉടുത്ത മുണ്ട് ഊരിയിട്ട് തലയിൽ കൂടെ ഇങ്ങനെ ഇട്ട് പുതച്ചിരുന്നു, വെള്ളമുണ്ട്. അപ്പോൾ പെട്ടെന്ന് അസിസ്റ്റൻറ്റ് ഡയറക്ടർ, ക്യാമറമാൻ, ആരാന്ന് എനിക്ക് ഓർമ്മയില്ല, ആ ക്യാമറ വേണു തന്നെയാണ് എനിക്ക് നല്ല ഓർമ്മ. അദ്ദേഹം കയ്യിലിരുന്ന അതിൻ്റെ കൂളിംഗ് ഗ്ലാസ് ആ വെള്ള തുണിയുടെ മുകളിൽ കൂടെ കൊണ്ടിങ്ങനെ വെച്ചു. ഞാൻ ഈ മുണ്ടിങ്ങനെ പുതച്ചിങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. ഇത് ഭയങ്കരമായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് മുണ്ട് അങ്ങനെ പുതച്ചിട്ട് ഈ കൂളിംഗ് ഗ്ലാസ് ഇങ്ങനെ വെച്ചിട്ട് ഈ വായുടെ അകത്തേക്ക് മുണ്ടൊക്കെ കയറ്റി വെച്ചിട്ട് രൂപം ഇവിടെ കഴുത്തിൽ കെട്ടി. കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പേടിക്കും. ഇതവിടെ നിന്നിട്ട് കാക്ക എന്ന് പറഞ്ഞ് ഒച്ച ഉണ്ടാക്കി. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പോയി റൂമിൽ കിടന്നുറങ്ങി. ഞാനിതൊന്നും അറിയുന്നില്ല. അടുത്ത ദിവസം കാലത്ത്
ഷൂട്ടിംഗ് ഒന്നുമില്ല. ശോഭന എന്നെ അന്വേഷിക്കുന്നുണ്ട്. ജയറാം ഒന്ന് ചെല്ല് വേഗം, അവിടെ എന്താ കാരണം ശോഭനയുടെ റൂമിൻ്റെ വാതൊക്കെ കുറച്ച് പേര് കൂടിയിട്ടുണ്ട്. ഡോക്ടറൊക്കെ പുറത്ത് പോകുന്നുണ്ട്, നേഴ്സൊക്കെ പുറത്ത് പോകുന്നുണ്ട്. കംപ്ലീറ്റ് ഇപ്പോൾ പേടിക്കാനൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ്. ദൈവമേ എന്ത് പറ്റിയെന്ന് ഞാൻ നോക്കി അന്വേഷിച്ച് അവിടെ ചെന്നപ്പോൾ ശോഭനയുടെ അമ്മ കംപ്ലീറ്റ് പുതച്ച് കട്ടിൽ 105 ഡിഗ്രി പനിയായിട്ട് വായിൽ തെർമോമീറ്ററൊക്കെ വെച്ച് അവിടെ കിടക്കുക. വന്നപ്പോൾ ശോഭന ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്നെ കുറേ ചീത്ത. നിങ്ങളൊക്കെ മനുഷ്യനാണോ, ഇങ്ങനെയാണോ ജയറാമൻ ഇങ്ങനെ? ഞാൻ ചോദിച്ചു എന്താ എനിക്ക് മനസ്സിലായില്ല. എൻ്റെ അമ്മ ചത്തു വരുന്നെങ്കിൽ നിങ്ങൾ സമാനം പറയൂ. എന്താന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ് ഞാൻ പോയി കിടന്നില്ലേ, ഇതേ രൂപത്തിൽ കൂളിംഗ് ഗ്ലാസ് വെച്ച് ചെന്ന് തട്ടി. ശോഭന കതവ് അമ്മയാ തുറന്നത്. അയ്യാന്ന് പറഞ്ഞ് അമ്മ ബോധം കെട്ട് വീണു, പ്രേതമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ശോഭന പറയുന്നത്, ഞാൻ പറഞ്ഞു സത്യമായിട്ടും ഞാൻ പ്രോമിസ് ഞാനല്ല ചെയ്ത്. ഇത്ര ഉയരമുള്ളത് നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഈ 6 അടി പൊക്കത്തിലും ആളായിരുന്നു എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ആരാ ചെയ്തേ? എനിക്കറിയില്ല. എൻ്റെ ഇപ്പോഴും സംശയം വേണു തന്നെയാണ്, ക്യാമറ വേണു തന്നെയാണ് ചെയ്തതെന്നുള്ളത്. വേണു ഇത് ഏറ്റില്ല, അത് എൻ്റെ തലയിലേക്ക് തന്നെ വന്നു. വായിന്ന് സീർട്ട് വലിച്ച് പുകയും കൂടി വിട്ടു, ലോ ആംഗിൾ. ആ പുകയും കൂടി എൻ്റെ അമ്മേ വീണ്. മകൻ കാളിദാസ് സിനിമയിൽ അഭിനയിക്കുന്നു. എൻ്റെ കൂടെ അന്ന് നായികയായിരുന്ന മഞ്ജു വാര്യർ ഇപ്പോൾ കാളിദാസിൻ്റെ കൂടെ ജാക്ക് ആൻഡ് ജില്ലിൽ അല്ലേ? അപ്പോൾ നമ്മൾ കാളിദാസിനോട് എന്തെങ്കിലും ഉപദേശം കൊടുത്തോ? എടാ മഞ്ജുവിൻ്റെ കൂടെയാണ് അഭിനയിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു ടിപ്പോ ഒരു ബിവെയർ? ഇല്ലില്ല. കണ്ണൻ ഭയങ്കര ത്രില്ലായിരുന്നു. കണ്ണൻ അവൻ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ള മഞ്ജുവിൻ്റെ കൂടെ അഭിനയിക്കാൻ പോകണം. അവനെ എന്നെ ഫസ്റ്റ് വിളിച്ച് പറയുന്നത്. അപ്പം ഞാൻ മഞ്ജുവിൻ്റെ കൂടെയാണ് അഭിനയിക്കാൻ പോകുന്നത്. സന്തോഷ് ശിവൻ്റെ മൂവിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിലാണ്. അപ്പോൾ മഞ്ജു അവനായിട്ട് ഭയങ്കര ഡാൻസൊക്കെ ഉണ്ട്. അപ്പോൾ അവനെ ഓരോ ദിവസം ഇങ്ങനെ വിളിച്ച് പറയും, ഇന്ന് ഞാനും മഞ്ജു ചേച്ചിയും തമ്മിൽ ഭയങ്കര കോമ്പറ്റീഷൻ, ഡാൻസൊക്കെ ആയിരുന്നു, അങ്ങനെ എന്നൊക്കെ. അവനായിരുന്നു ത്രില്ല് ഭയങ്കര. ജയറാമിന് നമ്മൾ ഒരുപാട് സിനിമകൾ അഭിനയിച്ചു, 100-200ഓളം സിനിമകൾ അഭിനയിച്ചു കഴിഞ്ഞു, പല ലാംഗ്വേജുകളിലായിട്ട്. നമുക്ക് തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്, കേരളത്തിലെ സ്റ്റേറ്റ് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്കിതൊരു നാഷണൽ അവാർഡ് കിട്ടിയില്ല. പക്ഷെ വന്ന് കാളിദാസ് തുടങ്ങിയപ്പോൾ തന്നെ ഒരു നാഷണൽ അവാർഡും കൊണ്ടുപോയി. അതിനുശേഷം അപ്പോൾ പറ, ജയറാമാണോ നല്ല നടൻ, കാളിദാസാണോ നല്ല നടൻ? അതൊക്കെ അങ്ങനെ സംഭവിച്ചു. ഇപ്പോൾ പറഞ്ഞിട്ട് എന്ത് കാര്യം, നമുക്ക് കിട്ടിയില്ല. ഇപ്പം എൻ്റെ ഭാര്യ ഞാനും അതും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് ഉദയ സ്റ്റുഡിയോയിൽ ഷൂട്ടിങ്ങിന് വേണ്ടി അന്ന് ഞങ്ങൾ തമ്മിൽ കണ്ടു എന്ന് പറഞ്ഞില്ലേ, ആ കണ്ട സമയത്ത് ഞാൻ എണിച്ച് കുറേ നേരം തൊഴുത് നിന്നിട്ടുണ്ട്. നമസ്കാരം. അറിയാം ജയറാമല്ലേ, അതാ ഞാനൊരു മിമിക്രിയുടെ കാസറ്റ് കേട്ടിട്ടുണ്ട് എൻ്റെ. അതൊക്കെ പറഞ്ഞ് കുറേ സംസാരിച്ച് കുറേ നേരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇരിക്കൂ. അല്ല വേണ്ട ഞാൻ നിന്നോളാം. ആ ഒരു റെസ്പെക്റ്റിൽ ഇങ്ങനെ കുറേ നേരം ഞാൻ നിന്നിട്ടുണ്ട്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയും, എത്ര നേരം എൻ്റെ മുമ്പിൽ തൊഴുത് നിന്നാണ് മറ്റേത്. മോളിടയ്ക്ക് അമ്മയുടെ മുമ്പിൽ തൊഴുത് നിന്നല്ലേ അപ്പം ഇപ്പോൾ ഓടി കൊടുത്തത്.